10ാം ക്ലാസ് അടിസ്ഥാന പാഠാവലി 1ാമത്തെ യൂണിറ്റിലെ ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ മരണം എന്ന പാഠഭാഗം എളുപ്പത്തിൽ മനസ്സിലാക്കാം. നന്മയും തിന്മയും തമ്മിൽ നടക്കുന്ന സംഘർഷം വരച്ച് കാട്ടുന്ന ഈ നാടകം രചിച്ചിരിക്കുന്നത് വയലാർ വാസുദേവൻ പിള്ളയാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു പക്ഷിയുടെ മരണത്തെക്കുറിച്ചാണ് ഈ നാടകം പറയുന്നത്. ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ പക്ഷിശാസ്ത്രകാരൻ, കുറേ പക്ഷികൾ, പാടത്തിൻ്റെ ഉടമ എന്നിവരാണ്. വഴിവക്കിലെ ഒരു അരയാലിൻ്റെ ചുവട്ടിലാണ് നാടകം അരങ്ങേറുന്നത്. പക്ഷിശാസ്ത്രകാരന് കണ്ണു കാണില്ല. നിരവധി അനുഭവങ്ങളുള്ള നന്മ നിറഞ്ഞ ഒരു ഗുരുവിൻ്റെ സ്ഥാനമാണ് പക്ഷിശാസ്ത്രകാരനുള്ളത്. പക്ഷിശാസ്ത്രകാരൻ പ്രവേശിക്കുമ്പോൾ ദുഃഖിതരായ കിളികൾ ചുറ്റും കൂടുന്നത് ചിത്രീകരിച്ചുകൊണ്ടാണ് നാടകം തുടങ്ങുന്നത്. ഇവിടെ കിളികൾ ദുഃഖിക്കാൻ 2 കാരണങ്ങളുണ്ട്. അവരുടെ കൂട്ടത്തിലെ ഒരു കിളി തെറ്റിപ്പോയിരിക്കുന്നു, ഇതുവരെയും തിരിച്ചു വന്നിട്ടില്ല. അവരുടെ ദുഃഖത്തിനുള്ള ഒരു കാരണം ഇതാണ്. 2ാമത്തെ കാരണം സഹിക്കാനാവാത്ത വിശപ്പാണ്. കുന്നിൻപുറത്ത് വിളഞ്ഞു കിടക്കുന്ന കതിര് കൊത്തി വിശപ്പകറ്റാൻ പക്ഷിശാസ്ത്രകാരൻ കിളികളോട് പറയുന്നു. അവർ പോയ സമയത്ത് പാടത്തിൻ്റെ ഉടമ വന്ന് തൻ്റെ കൃഷി നശിപ്പിച്ചു എന്ന് പറഞ്ഞ് പക്ഷിശാസ്ത്രകാരനെ അമ്പെയ്ത് വീഴ്ത്തി. ഇവിടെ പാടത്തിൻ്റെ ഉടമ എന്ന കഥാപാത്രം തിന്മയുടെ പ്രതീകമാണ്. കിളികൾ മടങ്ങി വരുമ്പോൾ തങ്ങളുടെ രക്ഷകൻ അമ്പേറ്റ് കിടക്കുന്ന കാഴ്ച കണ്ട് വിഷമിക്കുന്നു. ഈ സമയത്ത് പാടത്തിൻ്റെ ഉടമ വീണ്ടും തിരിച്ചു വന്ന് താൻ ചെയ്ത തെറ്റിനെ ഓർത്ത് പശ്ചാത്തപിക്കുന്നു. കിളികളുടെ കൂട്ടത്തിൽ നിന്നും തെറ്റിപ്പോയ കിളിയായിരുന്നു അതെന്ന് നാം നാടകാവസാനത്തിൽ മനസ്സിലാക്കുന്നു. കിളികൾ വീണ്ടും സന്തോഷിക്കുന്നു. എന്നാൽ അവൻ്റെ ചിറകുകൾ അറ്റുപോയിരുന്നു. ഇപ്പോൾ അവന് ചിറക് കിട്ടാൻ നല്ല ആഗ്രഹമുണ്ട്. ഇനി അവന് ചിറക് തിരിച്ചു കിട്ടുമോ എന്ന സംശയത്തിൽ നാടകം അവസാനിക്കുന്നു. ഗുരുവിനെ കുരുതി കൊടുക്കുന്ന ശിഷ്യൻ എന്ന പാരമ്പര്യ മിത്തിലൂടെ ദുരന്തങ്ങൾ സ്വയം വരുത്തി വയ്ക്കുന്ന തലമുറയെ കാട്ടിത്തരുന്നു നാടകകൃത്ത്. പ്രകൃതി സ്നേഹം, സഹജീവി സ്നേഹം, സഹനം, സ്വാതന്ത്ര്യം, നന്മ തുടങ്ങിയ മാനവിക ദർശനങ്ങൾ ആവിഷ്കരിക്കുന്ന നാടകം കൂടിയാണിത്. മണ്ണിൻ്റെ യഥാർത്ഥ അവകാശികൾ മണ്ണിൽ പണിയെടുക്കുന്നവൻ തന്നെയാണെന്ന് ഈ നാടകം വ്യക്തമാക്കുന്നു.